നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ ഇന്നലെ അറസ്റ്റിലായ പിതാവ് ഷിജിലിനെ കോടതി റിമാൻഡ് ചെയ്തു. അച്ഛൻ കുട്ടിയെ മടിയിലിരുത്തിയ ശേഷം വലത് കൈ മുട്ടുകൊണ്ട് കുട്ടിയുടെ അടിവയറ്റിൽ ഏൽപ്പിച്ച ക്ഷതമാണ് മരണകാരണമെന്ന് പോലീസ് സർജന്റെയും അന്വേഷണ സംഘത്തിന്റെയും കണ്ടെത്തലിനെ തുടർന്നാണ് അച്ഛനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. കവളാകുളം ഐക്കരവിളാകം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാഞ്ഞിരംകുളം ചാണി തവാവിള ഷിജിൽ ഭവനിൽ ഷിജിലിന്റെ മകൻ 1 വയസ്സും 2 മാസവും പ്രായമുള്ള ഇഹാനെയാണ് കൊലപ്പെടുത്തിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:30 സംഭവം. ഇഹാന്റെ വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിലായിരുന്നു വെള്ളിയാഴ്ച രാത്രി 9:30 നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഷിജിലും ഭാര്യ കൃഷ്ണപ്രിയയും കുട്ടിയെ എത്തിച്ചത്. ഇഹാനെ ഭർത്താവ് ഷിജിൽ അവഗണിച്ചിരുന്നതായി ഭാര്യ കൃഷ്ണപ്രിയ പറഞ്ഞു. കാഞ്ഞിരംകുളം ചാണിയിലെ ഒരു പെന്തക്കോസ്തു പാസ്റ്റർ കുടുംബത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തെന്നും കൃഷ്ണപ്രിയയുടെ സഹോദരി പറഞ്ഞു. അവരുടെ സഭയിൽ യഹോവ റാഫ സുനിൽ എന്ന പാസ്റ്ററാണ് ഈ ആലോചന കൊണ്ടുവരികയും ഇത്രയും നിർബന്ധം പിടിച്ച് 6 മാസത്തിനകം കല്യാണം കഴിക്കുകയും ചെയ്തു. കല്യാണം പുള്ളിയോട് വിളിച്ചിട്ട് ഇന്ന കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് സംസാരിക്കാമെന്ന് ആദ്യം ആവശ്യപ്പെട്ടു. അതിനുശേഷം ഒരു കുട്ടി പ്രഗ്നൻ്റ് ആവുകയും പ്രഗ്നൻ്റ് ആയിരുന്ന സമയം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയിരുന്ന സമയം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഈ കൊച്ചിനെയും കൊണ്ട് ഷിജിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അവന് ലോൺ എടുക്കണം, വീട്ടിൻ്റെ അടുത്തുള്ള വസ്തു വാങ്ങിക്കാനാണെന്ന് കള്ളം ആദ്യം പറഞ്ഞു. അപ്പോൾ കള്ളമാണെന്ന് അറിയുന്നില്ലല്ലോ. ആ സമയം നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ വസ്തു നിങ്ങൾ ലോൺ എടുക്കുന്നതിന് പ്രശ്നമില്ല, പണയം വെച്ച് കഴിഞ്ഞ് ഇതാരാണ് ലോൺ അടയ്ക്കണമല്ലോ, ലോൺ അടയ്ക്കണത് ഞാൻ അടച്ചോളും, വേറെ പ്രശ്നമൊന്നുമില്ല, അത് ഞങ്ങൾ പണ്ടേ നോക്കി വെച്ച വസ്തുവാണെന്ന് തുടക്കമേ കള്ളം പറഞ്ഞു. അവർ സാമ്പത്തിക ബാധ്യതയിലായിരുന്നു. സാമ്പത്തിക ബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീടും വസ്തുവും പണയം വെച്ച് 16 ലക്ഷം രൂപ ലോണ് അടയ്ക്കാനുണ്ട്. ഈ 16 ലക്ഷം രൂപ ഞാനൊരു ദിവസം പള്ളിയിൽ പോയിട്ട് ഒരു ഞായറാഴ്ച വീട്ടിൽ വന്ന സമയത്ത് ഇവർ 4 മണിയായി സമയം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നേ പറ്റുള്ളൂ എന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, വീട്ടിൽ കയറാൻ പറ്റില്ല, അവരെ വീട്ടിലല്ല ചെല്ലേണ്ടത്, ഈ യഹോവ റാഫ സുനിലിൻ്റെ വീട്ടിലാണ് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞ് ഈ പാസ്റ്റർ ആ വീട്ടിൽ വിളിച്ചു വരുത്തി. അവിടെ ഷിജിലും ഈ സുനിൽ പാസ്റ്ററും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അമ്പു എവിടെ, അനിയത്തി അതായത് കൃഷ്ണപ്രിയ എവിടെയെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, കൃഷ്ണപ്രിയ ഇല്ലാതെയാണ് സംസാരിക്കേണ്ടത്, 16 ലക്ഷം രൂപ നമുക്ക് ഇതുപോലെ കിട്ടിയേ പറ്റൂ, കാരണം അവർക്ക് ആ വസ്തു വീണ്ടെടുക്കണം. അതിന് ശേഷം അവരെ വസ്തുവിൻ്റെ പ്രമാണം എടുത്തതിന് ശേഷം തിരിച്ച് പണയം വയ്ക്കും. പണയം വെച്ചതിന് അതിനുശേഷം അവർ ഈ ലോണും ഇവിടുത്തെ 16 ലക്ഷം രൂപയുടെ ലോണും അവൻ്റെ വീട്ടിലെ 16 ലക്ഷം രൂപയുടെ ലോണും ഷിജിലടയ്ക്കുമെന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തിയിരുന്നു. ഈ 9 മാസം അതിനെ നോക്കി ഇത്രയും ഓരോ പ്രാവശ്യം എൻ്റെ അമ്മയും ഞങ്ങളുമാണ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഒരു പ്രാവശ്യം അന്വേഷിച്ചിട്ടില്ല, ഒരു പ്രാവശ്യം ആ വ്യക്തി അന്വേഷിച്ചിട്ടില്ല. 9 മാസം ഇവിടെ നിന്ന് ആ കൊച്ചു പ്രസവിക്കാൻ നേരത്ത് അവിടെ വന്ന് ആശുപത്രിക്കകത്ത് അവിടെ കൂടെ കറങ്ങി നടന്നിട്ട് അങ്ങ് വീട്ടിൽ പോയി. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അടിവയറ്റിന് ക്ഷതമുണ്ടായിരുന്നതായി വ്യക്തമാക്കിയിരുന്നു. 3 തവണ ഷിജിലിനെയും കൃഷ്ണപ്രിയയും നെയ്യാറ്റിൻകര പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഷിജിൽ കുറ്റക്കാരനല്ലെന്നാണ് പിതാവ് വിജയൻ പറയുന്നത്. ഈ കുറ്റം ഒരിക്കലും ചെയ്യില്ല. പിന്നെ ഞങ്ങളുടെ അങ്ങനെയാണ്, ഞങ്ങളെ വീട്ടിൽ അങ്ങനെയാണ് പോകുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് പുറത്ത് വന്നേ അറിയാം, വന്നേ തീരും. പ്രതിയാക്കിയെന്ന് പറഞ്ഞാൽ ഇവര് എന്നെ വിളിച്ചു വരുത്തുമായിട്ട് അങ്ങനെയായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ പറഞ്ഞ് ചാലുകാരുടെ ഒന്നും പറയണ്ട, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നാണ് സാറന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ വിളിച്ചിട്ട് ഇങ്ങനെ അവനെ അങ്ങത്താക്കി ഇവർ സ്വാതന്ത്ര്യമായി. അവരെ ചോദ്യം ചെയ്ത കറക്റ്റ് കാര്യം അറിയാം. പിന്നെ കൊച്ചിൻ്റെ അമ്മയും ചോദ്യം ചെയ്യണം, 2 ചേച്ചിമാരെയും 2 അവരെ ഭർത്താക്കന്മാരെയും.